ഞാനാണെങ്കിൽ രാവിലെ തന്നെ ആദ്യമേ എഴുന്നേറ്റപ്പോൾ ഞാൻ വാർത്തയാണ് വെച്ച് നോക്കിയത്. വാർത്ത വെച്ച് നോക്കിയപ്പോൾ അഗ്നിപർവ്വതം പൊട്ടിയിട്ട് ഫുള്ളായിട്ട് ലാവ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സിറ്റിയിൽ. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് അവിടുത്തെ ആൾക്കാർക്കെല്ലാം തിരക്കാൻ പോവുകയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ തിരക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് എൻ്റെ ഫ്ലൈയിങ് ബൈക്ക് ഞാനാണെങ്കിൽ എൻ്റെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ആ ചെക്കനെ പോയി എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഫുള്ളായിട്ട് ലാവ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും നമുക്ക് കുറേ നേരം അതിൻ്റെ നടക്കാനൊന്നും പറ്റത്തില്ല. എടാ, നീ അറിഞ്ഞില്ലായിരുന്നു നമ്മുടെ സിറ്റിയിൽ ഫുള്ളായിട്ട് ലാവ കൊണ്ട് നിറഞ്ഞിരിക്കുക. എടാ, രാവിലെ തന്നെ ഞാനാണെങ്കിലേ നമ്മുടെ വാർത്ത വെച്ച് നോക്കി. അപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഫുള്ള് അഗ്നിപർവ്വതം പൊട്ടിയ ന്യൂസ് മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്തായാലും നമുക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് പോയി തിരക്കി നോക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടായതെന്ന് കറക്റ്റായിട്ടുള്ള കാര്യം തിരക്കി നോക്കാം. നീ നേരെ ആരെങ്കിലും അടുത്തോട്ട് വീട് നമുക്ക് നേരെ ഒന്ന് ചോദിച്ചു നോക്കാം. അല്ലാതെ ഇങ്ങനെ ചോദിക്കാതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇതിനു വേണ്ടി എന്ത് ചെയ്യാമെന്നും കൂടെ നമുക്ക് ആലോചിക്കാം. കാരണം ഈ സിറ്റി ഫുള്ള് രക്ഷിക്കുന്നത് നമ്മൾ തന്നെയല്ലേ. ശരിയാടാ, എന്തൊരു അപകടം വന്നാലും നമ്മൾ തന്നെയാണ് എപ്പോഴും ഈ സിറ്റിന്ന് എല്ലാത്തിന്നും രക്ഷിക്കുന്നത് ഈ സിറ്റീനെ. എന്തായാലും നമുക്ക് ആർക്കെങ്കിലും ചോദിച്ചു നോക്കാം. നീ ഈ ഒരു സ്ഥലം കണ്ടോ? ഇവിടെ മാത്രം നമ്മുടെ ലാവ കയറിയിട്ടില്ലല്ലോടാ, അതെന്താ അങ്ങനെ വന്നത്? എടാ, അത് വേറൊന്നും കൊണ്ടിട്ടല്ല. നമ്മുടെ ഈ സിറ്റിന്ന് കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ലാവ കയറാൻ. ഇനി ആ അഗ്നിപർവ്വതം ഒന്നുകൂടെ പൊട്ടുവാണെങ്കിൽ ഫുള്ളായിട്ട് നമ്മുടെ സിറ്റിയിൽ ലാവ കൊണ്ട് നിറയുന്നതായിരിക്കും. നമ്മുടെ ജനങ്ങൾക്കും ഫുള്ളായിട്ട് അപകടമാണ്. എനിക്ക് അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും നമുക്ക് ആർക്കെങ്കിലും തിരക്കി നോക്കാം. നീ ആ ചേട്ടനിക്ക് പോയി ഒന്ന് ചോദിച്ചു നോക്കി എന്താ സംഭവിച്ചതെന്ന്. ഞാൻ വണ്ടി കൊണ്ടുപോയി സൈഡിൽ നിർത്തി തരാം. വണ്ടിയാണെങ്കിൽ പോകുന്നില്ല. എന്തായാലും ഞാൻ ഇവിടെ നിർത്തിയിട്ട് തരാം. നീ അങ്ങോട്ട് പോയി ചോദിച്ചു നോക്ക്. എക്സ്ക്യൂസ് മീ സാർ, ഒന്ന് നിൽക്കണേ. ഞാൻ ഇവിടെ വണ്ടി ഒന്ന് വെച്ചിട്ട് വരാവേ. ഒന്ന് നിന്നേ, ഒരു 5 മിനിറ്റ് മതി. ഓക്കെ, ഞാൻ പയ്യെ നടക്കുന്നുള്ളൂ, നീ ഇങ്ങോട്ട് വാ. സാർ, ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് നമ്മുടെ സിറ്റിയിൽ ലാവ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞത്. ഇതെങ്ങനെയാണ് നമ്മുടെ സിറ്റിയിൽ ഇങ്ങനെ വന്നത്? സാറിന് അതിനെ കുറിച്ച് അറിയാം? അയ്യോ, അത് വേറൊന്നും കൊണ്ടിട്ടല്ല, നമ്മുടെ ഗവൺമെന്റ് കാരണം തന്നെയാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് കാരണോ? എനിക്ക് മനസ്സിലായില്ല. അത് അവരെ ഓവറായിട്ട് അവിടുന്ന് പാറയൊക്കെ പൊട്ടിച്ചോണ്ടിരുന്നപ്പം ആ ഒരു സൈഡിലെ പാറയെല്ലാം കൂടി ഇടിഞ്ഞു വന്നു. അങ്ങനെയാണ് അഗ്നിപർവ്വതം പൊട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൂടെ പോയി ചോദിച്ചു നോക്ക്. ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. നമ്മുടെ സിറ്റിയില് അഗ്നിപർവ്വതം പൊട്ടിയിട്ട് ഈ ലാവ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക. ജനങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തമില്ല. ഞാനാണെങ്കിൽ ഇവിടുന്ന് നാട് വിടാനായിട്ട് പോവുക. എടാ, നീ പറഞ്ഞത് കേട്ടോ? നമ്മുടെ സിറ്റിയിൽ ഫുള്ളായിട്ട് ഇപ്പം മുങ്ങാൻ പോവാന്നാ പറഞ്ഞേ ലാവ കൊണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ സിറ്റീനെ രക്ഷിക്കണം. നമുക്ക് വേറെ കുറച്ച് പേരോടെങ്കിലും ചോദിച്ചു നോക്കാം. കാരണം ഇതിൻ്റെ കറക്റ്റ് കാര്യം നമ്മൾ അറിയുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്ന് നമുക്ക് ആലോചിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആടാ, നീ പറഞ്ഞതൊക്കെ ശരിയാ. നമുക്ക് വേറെ ഒരാൾക്കും കൂടെ പോയി ചോദിച്ചു നോക്കാം. എന്തായാലും ഈ സിറ്റി ഫുള്ളായിട്ട് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം ഇവിടെയായിട്ട് ഫുള്ള് ലാഭ കൊണ്ട് നിറഞ്ഞിരിക്കുമോ? നീ ഒന്ന് നോക്കിക്കേ. എല്ലായിടത്തും ലാഭം മാത്രമേ ഉള്ളൂ. ആപ്പാട് ഈ ഒരു ഏരിയ മാത്രമേ കയറാതുള്ളൂ. ഇതിൻ്റെ കാരണം നീ പറഞ്ഞത് തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ പൊക്കം കൂടിയത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇത് ലാവ കൂടുന്തോറും ഇത് മുങ്ങിക്കൊണ്ടിരിക്കും. ആ ഒരു പച്ചപ്പൊക്കെ നമ്മുടെ സിറ്റിയിൽ നിന്ന് നഷ്ടപ്പെടും. നീ പറഞ്ഞത് ശരിയാടാ. ഈ പച്ചപ്പൊക്കെ നമ്മുടെ സിറ്റിയിൽ കാണത്തില്ല. ഞാൻ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. നമുക്കിനി അങ്ങോട്ട് പോകുന്ന ഇതിൽ ആവശ്യം വരുമായിരിക്കും. എന്തായാലും ആർക്കെങ്കിലും നീ കൊണ്ടുപോയി നിർത്ത്, നമുക്ക് ചോദിക്കാം. അല്ലാതെ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ അവസ്ഥ നമ്മുടെ സിറ്റിക്ക് എങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ പുള്ളി പറഞ്ഞത് പാറ പൊട്ടിച്ചത് കാരണമാണ്, അതിൽ നിന്നാണ് മണ്ണിടിഞ്ഞു വന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ലാവ ഇങ്ങനെ വന്നേന്നാണ് പുള്ളി പറയുന്നത്. എന്തായാലും നമുക്ക് വേറെ ആർക്കെങ്കിലും കൂടെ ചോദിച്ചു നോക്കാം. അതാണോ കറക്റ്റ് കാര്യമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ആടാ, നീ പറഞ്ഞതാ സത്യം. കാരണം വാഹനങ്ങളൊക്കെ പകുതിയും ലാവയിലാ മുങ്ങിപ്പോകുന്നത്. പക്ഷെ എപ്പോഴാണ് ഇതൊക്കെ ഉരുകിപ്പോകാൻ തുടങ്ങുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും നമ്മുടെ സിറ്റി ഫുള്ളായിട്ട് നശിക്കാൻ പോവാ. അതിനു മുമ്പ് നീ ഇതിന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. അവിടെ ആയിട്ട് ഒരു ചേച്ചി നടന്നു പോകുന്നുണ്ട്. അവരുടെ ഫ്രണ്ട് ഞാൻ കൊണ്ടുപോയി നിർത്താം. നമ്മുടെ സിറ്റിക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. നീ ഇവിടെ നിർത്തിക്കോ, ഞാൻ പോയി തിരക്കിയിട്ട് വരാം. എക്സ്ക്യൂസ് മീ മാം, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. എന്തുവാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? അതെ മാം, നമ്മുടെ സിറ്റിയിൽ ഫുള്ളായിട്ട് ലാവ കൊണ്ട് നിറഞ്ഞിരിക്കുമല്ലേ. ഇതെങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത്? അത് നിങ്ങൾ വാർത്തയിലൊന്നും കണ്ടില്ലായിരുന്നോ? അത് തന്നെയാണ് സത്യം. നമ്മുടെ ഗവൺമെന്റ് കാരണമാണ് നമുക്കിപ്പോൾ ഇങ്ങനെ വന്നത്. ഗവൺമെന്റ് ആ ഒരു അഗ്നിപർവ്വതത്തിന്റെ സൈഡിൽ നിന്ന് പാറ പൊട്ടിച്ചത് കാരണമാണ് അഗ്നിപർവ്വതം പൊട്ടി ഫുള്ളായിട്ട് നമ്മുടെ സിറ്റിയിൽ ലാവയായിരുന്നു. ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പോവാൻ. നിങ്ങളും പെട്ടെന്ന് പോയി രക്ഷപ്പെട്ടോ. അയ്യോ, ആ മാമും പറഞ്ഞത് അത് തന്നെയാണല്ലോ. ഇനി ഇവരോട് കൂടെ നമുക്ക് ചോദിച്ചു നോക്കാം. എന്താവുമെന്ന് അറിയത്തില്ല. എക്സ്ക്യൂസ് മീ സാർ. പറഞ്ഞോളൂ, എന്ത് ഹെൽപ്പാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? നമ്മുടെ സിറ്റിയിൽ അഗ്നിപർവ്വതം പൊട്ടിയ കാര്യം സാർ അറിഞ്ഞു കാണുമല്ലോ. നമ്മുടെ സിറ്റി ഇപ്പോൾ ഓരോ ദിവസം തോറും ലാവയിൽ മുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതുണ്ടായ കാരണം എന്താണ്? എടോ, താൻ ഇങ്ങോട്ട് വന്നേടോ. ഇതുണ്ടായതിന്റെ കാരണം എനിക്കറിയാം. ഇത് നമ്മുടെ ഗവൺമെന്റ് കാരണം തന്നെയാണ് നമുക്ക് ഈ ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം അവരാണെങ്കിൽ ഒരു അഗ്നിപർവ്വതത്തിന്റെ സൈഡിൽ നിന്ന് പാറ പൊട്ടിച്ചത് കാരണമാണ് ഇപ്പം ഈ അവസ്ഥ നമ്മൾ നേരിടേണ്ടി വന്നത്. എന്തായാലും
ഇതെങ്ങനെയെങ്കിലും മാറ്റാനായിട്ട് താൻ നോക്ക്. എടാ ഞാൻ അവരെല്ലാം പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുവോ. അപ്പം നമ്മുടെ ഗവൺമെന്റ് കാരണം തന്നെയാണല്ലേ നമുക്ക് ഈ ഒരു അവസ്ഥ വന്നത്. എന്തെങ്കിലുമൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യണം. ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ ഈ ലാവ കൂടിക്കൊണ്ടിരിക്കുവോ. നമ്മുടെ നാടിന്റെ പച്ചപ്പൊക്കെ പോവും. നമുക്ക് ഹോസ്പിറ്റലിൽ എത്ര പേര് അഡ്മിറ്റ് ആണെന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മുടെ ഈ ഒരു ലാവയ്ക്ക് ഇപ്പോൾ ഒരു ചൂടില്ല, പക്ഷെ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുവോ. കുറെ കഴിയുമ്പം ആൾക്കാരുടെയൊക്കെ കാലൊക്കെ പോവാൻ തുടങ്ങും. അത് തന്നെ ഞാനും പറഞ്ഞു, എങ്ങനെയെങ്കിലും നമ്മുടെ ഈ സിറ്റീനെ നമുക്ക് രക്ഷിക്കണം. ആദ്യം നമുക്ക് ആ ഹോസ്പിറ്റലിൽ ഒന്ന് കയറി നോക്കാം, എങ്ങനെയാണ് അവിടുത്തെ ആൾക്കാരുടെ സാഹചര്യം എന്നൊന്ന് നോക്കി നോക്കാം.